നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ടൊമാറ്റോ സോസിൻ്റേതാണ്. 2 തരത്തിലുള്ള ടൊമാറ്റോ സോസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റെഡ് ആൻഡ് യെല്ലോ ഇവിടെ തന്നെ കൃഷി ചെയ്ത് എടുത്ത വിളവിൽ നിന്ന് ഉണ്ടാക്കിയ സോസുകളാണിത് രണ്ടും. പലതവണ ചെയ്ത സോസുകളാണ് ഇതിൽ ഉള്ളത്. ഇതിൽ യാതൊരു തരത്തിലുള്ള കളറുകളോ പ്രിസർവേറ്റീവ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വളരെ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് ഈ രീതിയിൽ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എല്ലാവർക്കും. ആദ്യമായിട്ട് നമുക്ക് ടൊമാറ്റോസിൻ്റെ സ്കിന്നൊന്ന് വേർപെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത് ആദ്യത്തെ രീതിയാണ്, അതായത് കുക്കറിൽ ചെയ്യുന്ന രീതി. അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിൽ ഇതൊന്ന് ഒരു വിസിൽ അത്ര മതിയാവും. ഒരു വിസിൽ തന്നെ വേണമെന്നില്ല, വിസിലടിക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒരു 10 മിനിറ്റ്സ് വേവിച്ചെടുത്താൽ മതിയാവും. ഈ രീതിയിൽ നമുക്ക് സ്കിന്ന് വളരെ എളുപ്പത്തിൽ വേർപെടുത്തിയെടുക്കാൻ സാധിക്കും. ഈ രീതിയിൽ അല്ലെങ്കിൽ ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം തക്കാളികൾ അതിലേക്കിട്ട് ഒരു 15 മിനിറ്റ്സ് അത്രയൊന്ന് വേവിച്ചെടുക്കുമ്പോഴേക്കും അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ പാകത്തിനാകും. അങ്ങനെയും ചെയ്യാം. എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത് കുക്കറിൽ ചെയ്യുന്ന രീതിയാണ്. പിന്നീട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. പിന്നീട് വലുതാണെങ്കിൽ തക്കാളി ഒന്ന് 2-3 പീസാക്കിയതിന് ശേഷമോ, ചെറുതാണെങ്കിൽ സ്കിൻ റിമൂവ് ചെയ്ത് അങ്ങനെ തന്നെ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പിന്നീട് ഒരു സ്റ്റെയിനറിൻ്റെ സഹായത്തോടു കൂടി ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഇവിടെ ഞാൻ രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്നത് പലതരത്തിലുള്ള തക്കാളികളാണ്. അതിലധികവും മഞ്ഞയാണ്, അതുകൊണ്ടാണ് മഞ്ഞ കളറ് ടൊമാറ്റോ സോസിന് വന്നിരിക്കുന്നത്. ഇതിൽ രണ്ടിലും ഒരു തരത്തിലുള്ള കളറുകൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ തക്കാളിക്ക് നല്ല കളറുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് സോസിലും ഉണ്ടാവും. സോസ് നമ്മൾ തുടക്കത്തിലുണ്ടായിരിക്കില്ല, പക്ഷെ വെന്ത് കഴിയുമ്പം നല്ല കളറായിരിക്കും. അതുകൊണ്ട് ടൊമാറ്റോ സോസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കളറുള്ള തക്കാളികൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം. മുന്നേ ഞാൻ കെച്ചപ്പിൻ്റെ ഒരു റെസിപ്പി ചെയ്തിരുന്നു, കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കെച്ചപ്പിനെ അപേക്ഷിച്ച് കൺസിസ്റ്റൻസി സോസിന് കുറവാണ് വേണ്ടത്. അതുകൊണ്ട് കൂടുതൽ കട്ടിയായിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിലേക്ക് സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല, പകരമായിട്ട് ഷുഗറും സോൾട്ടും മാത്രമേ ചേർക്കുന്നുള്ളൂ. വിനെഗർ വേണമെങ്കിൽ ചേർക്കാം. കൂടുതൽ നാളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിനെഗർ കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളികളുടെ ഓരോന്നിൻ്റെയും പുളികൾ വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് പുളി കുറവുള്ളതാണെങ്കിൽ നമുക്ക് അധികം പഞ്ചസാരയുടെ ആവശ്യം വരുന്നില്ല. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അതുപോലെ സോൾട്ടും കുറച്ചിട്ടിട്ടുണ്ട്, ഒരു ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി, ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മാത്രമേ നമുക്കിതിലേക്ക് അഡീഷണലായിട്ട് ചേർക്കേണ്ടതുള്ളൂ. പിന്നീട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ജാറുകളിലായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഞാനിവിടെ ജാറ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു കുറച്ച് വിനെഗറൊക്കെ ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. കൂടുതൽ കാലം ഉപയോഗിക്കേണ്ടതാണെങ്കിൽ കുറച്ച് വിനെഗർ കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്ന സോസുകളിൽ നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ലാത്തതിനാൽ ഞാനിവിടെ ഫ്രീസറിലാണ് സൂക്ഷിക്കാറുള്ളത്. ആവശ്യത്തിന് മാത്രം കുറച്ച് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ സൂക്ഷിക്കും. ബാക്കിയുള്ളതെല്ലാം ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഇതുപോലെ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമുക്ക് വീടുകളിൽ തന്നെ സോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഷുഗറെല്ലാം നമ്മുടെ ഇഷ്ടം പോലെ ക്രമീകരിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഷുഗർ കൂടുതലുള്ളതായിരിക്കും ഇഷ്ടം. തക്കാളികളൊക്കെ കൂടുതലുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. പലരും ഈ രീതിയിൽ റെസിപ്പി തയ്യാറാക്കുന്നുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത്. ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.